السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. ബഹുമാന്യരായ തിരുരങ്ങാടി മണ്ഡലം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആദർശ സമ്മേളനത്തിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരീ സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വ്യതിചലിക്കാത്ത വിശ്വാസം എന്ന വിഷയത്തിൽ ഒരൽപ്പം സംസാരിക്കുവാനാണ് ഈ വേദിയിൽ അവസരം ലഭിച്ചിട്ടുള്ളത്. ഒരാദർശ സമ്മേളനത്തിൻ്റെ ആദർശം വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇവിടെ വരാനും നിങ്ങളുമായി സംസാരിക്കുവാനും അവസരം ലഭിച്ചതിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഈ ലോകം നമുക്ക് അല്ലാഹു നിശ്ചയിച്ച ആയുസ് അവസാനിച്ചു കഴിഞ്ഞാൽ നാം എല്ലാവരും നമ്മുടേതായ ബർസഖിലേക്ക്, ആഖിറ ലോകത്തേക്കുള്ള യാത്ര ആരംഭിക്കുകയായി. ദുനിയാവിലെ ജീവിത കാലഘട്ടത്തിൽ നാം സ്വീകരിക്കേണ്ടുന്ന സത്യവിശ്വാസം, നാം ചെയ്യേണ്ടുന്ന സത്യവിശ്വാസമനുസരിച്ചുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടുള്ള നന്മകൾ, പുണ്യങ്ങൾ, അവയാണ് പാരത്രിക ലോകത്തേക്ക് നമുക്ക് ഉപകരിക്കുന്ന കാര്യമായി ഉള്ളത് എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ദുനിയാവിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും സംഘടനകളും പ്രസ്ഥാനങ്ങളുമൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആദർശ വ്യതിരിക്തതയെക്കുറിച്ച്, പ്രത്യേകിച്ചും വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചും കർമ്മകാര്യങ്ങളെക്കുറിച്ചും വ്യക്തമാക്കുമ്പോൾ അത് വഹാബി പ്രസ്ഥാനമാണ്, അവർ പിഴവിൻ്റെ ആളുകളാണ്, നാം കാരണവന്മാരായി പണ്ടേ മുതൽ ആദരിച്ച് ബഹുമാനിച്ച് നിലനിർത്തിപ്പോരുന്ന നമ്മുടെ വിശ്വാസത്തിൽ ഒരു തകരാറുമില്ല, നമ്മുടെ പ്രവർത്തനങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ്, യാതൊരു തകരാറുമില്ല എന്ന് നമ്മുടെ സമൂഹത്തിലെ ചില ആലിമീങ്ങൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണക്കാരായ മനുഷ്യർ ഇവിടെ വിശദീകരിക്കുന്ന തൗഹീദി ആദർശം എന്താണ് എന്നോ സുന്നത്തിനെ ഇത്തിബാ ചെയ്യേണ്ടുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ പലപ്പോഴും മനസ്സിലാക്കാറില്ല. മരണത്തോടുകൂടി ആരംഭിക്കുന്ന യഥാർത്ഥ പാരത്രിക ലോകത്തേക്കുള്ള ആ യാത്രയിൽ
നാം തികച്ചും രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹു എന്താണോ നമ്മളോട് വിശ്വസിക്കാൻ പറഞ്ഞത് അതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. വിശ്വാസരംഗത്തെ തകരാറുകൾ, വ്യതിയാനങ്ങൾ ഏറ്റവും വലിയ അപകടമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ കുറിച്ച് എങ്ങനെ വിശ്വസിക്കാനാണോ പറഞ്ഞത് അങ്ങനെ നമ്മൾ വിശ്വസിക്കണം. അള്ളാഹുവിൻ്റെ തൗഹീദ് അംഗീകരിക്കണം എന്നർത്ഥം. തൗഹീദിനെ വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത് റബ്ബായി അള്ളാഹു മാത്രം എന്ന് അംഗീകരിക്കണം, ഇലാഹായി അള്ളാഹു മാത്രം എന്നത് അംഗീകരിക്കണം, ഏറ്റവും നല്ല നാമങ്ങളും വിശേഷണങ്ങളും അള്ളാഹുവിന് മാത്രം എന്ന് അംഗീകരിക്കണം. അങ്ങനെയുള്ള റബ്ബിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലും നമ്മുടെ ഖൽബ് നമ്മുടെ സട്ടാവായ റബ്ബുമായി ബന്ധപ്പെടുത്തി ഒരു മുവഹിദായി നിർഭയത്വമുള്ളവനായി റബ്ബിലേക്ക് എന്ത് പ്രശ്നങ്ങളിലും തവക്കുലേൽപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായി ജീവിതം നയിക്കാൻ ദുനിയാവിലും അതിൻ്റെ മധുരം അനുഭവിക്കാൻ ഖബറിലും ബർസഖിലും ആഖിറത്തിലും നമുക്ക് സാധിക്കും എന്നത് വിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന സത്യസന്ദേശമാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഈ തൗഹീദിന്റെ അവസ്ഥ എന്താണ്? അള്ളാഹുവിനെ കുറിച്ച് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിക്കേണ്ടുന്ന രീതിയിൽ വിശ്വസിച്ചില്ല, റബ്ബിനെ പരിഗണിക്കേണ്ടുന്ന രീതിയിൽ പരിഗണിച്ചില്ല. അവരുടെ വിശ്വാസം, അവർക്ക് വിശ്വാസമുണ്ട്, പക്ഷേ വിശ്വസിക്കേണ്ടുന്ന രീതിയിൽ ആയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ എന്തായിരുന്നു അവരുടെ വിശ്വാസത്തിൽ തകരാറ് സംഭവിച്ചത് എന്ന് പ്രമാണങ്ങൾ വെച്ച് പരിശോധിക്കേണ്ടതുണ്ട്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ അധികം ആളുകളും അള്ളാഹുവിൽ ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ ശരിയായ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ, റബ്ബിനെ വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല. അവർ തവാഫ് ചെയ്യുന്നുണ്ട്, അവർ സഅയ് ചെയ്യുന്നുണ്ട്, അവർ നേർച്ചകൾ നേരുന്നുണ്ട്, അവർ സത്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അവർ പുറപ്പെടുമ്പോൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബിൽ വിശ്വാസമുണ്ട്, റബ്ബായി അള്ളാഹുവിനെ പരിഗണിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹ്ക്ക് മാത്രം നൽകേണ്ടുന്ന കാര്യം നൽകാൻ അവർ തയ്യാറായില്ല. യുദ്ധത്തിനിറങ്ങുമ്പോൾ, വിവാഹത്തിന് ഒരുങ്ങുമ്പോൾ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ അവരതാ കഅബാലയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ലാത്ത, ഉസ്സ, മനാത്ത, ഹുബൽ, അല, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി പോലുള്ള മഹാത്മാക്കളുടെ ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ അമ്പുകുറ്റികൾ വെച്ചുകൊണ്ട് കണ്ണു ചുംബിക്കൊണ്ട് അതിൽ നിന്നൊരു അമ്പെടുക്കുമ്പോൾ ഇഫ്അൽ എന്നാണെങ്കിൽ അവർ പ്രവർത്തിക്കുന്നു, ചെയ്തോ, യുദ്ധം ചെയ്തോ, വിവാഹം ചെയ്തോ, നന്മയിലേക്ക് ഇറങ്ങിക്കോ. ലാ തഫ്അൽ എന്നാണെങ്കിൽ ചെയ്യണ്ട, പോകണ്ട, അങ്ങനെ ആവണ്ട എന്ന് പറയുമ്പോൾ ആ മഹാത്മാക്കളുടേതായ ശകുനം നോക്കിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നു. അതുപോലെ തന്നെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന അവർ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ലാത്തയോട്, ഉസ്സയോട്, മനാത്തയോട്, ഹുബുൽ അലായോട്, ഇബ്രാഹിം നബിയോട്, ഇസ്മായിൽ നബിയോട് അലൈഹിം സ്വലാത്തു വസ്സലാം അവർ പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയെയാണ്, ആ ഇബാദത്തിനെയാണ്, ആ വിശ്വാസത്തെയാണ് വ്യതിയാനം സംഭവിച്ച വിശ്വാസമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതാണ് ശിർക്ക്. കാണാത്ത, അതല്ലെങ്കിൽ ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാത്ത, നിനക്കൊരു ഉപകാരവുമില്ലാത്ത, ഒന്നിനും കഴിയാത്ത അള്ളാഹുവിന്റെ പടപ്പുകളായി മരിച്ചുപോയ അവയെ, അത് വലിയാവാം, നബിയാവാം, മഹത്തുവാവാം, സ്വാലിഹാവാം, ആരായാലും ശരി, അതിനെ വിളിച്ചു തേടിയാൽ അത് ചെയ്യുകയാണെങ്കിൽ നീ അക്രമികളിൽ പെട്ടുപോകും. ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്ന അക്രമം ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ പാപം അത് ശിർക്കാണ് എന്നാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കൊലപാതകം ചെയ്ത ആ പാപിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു 5ഓളം രീതിയിൽ അതിന്റെ കടുപ്പത്തെക്കുറിച്ച്, അവൻക്കുള്ള ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത്രയും കടുപ്പത്തിൽ പറഞ്ഞ കൊലപാതകത്തെ കുറിച്ച് അള്ളാഹു പറയുമ്പോൾ അള്ളാഹു പറയുന്നു ആ കൊലപാതകത്തെക്കാൾ വലിയ കാര്യമാണ്, വലിയ തിന്മയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു ഈ പറയുന്ന ശിർക്ക് എന്ന് പറയുന്ന കുഴപ്പം അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, അൽ ഫിത്നതു അക്ബറു മിനൽ ഖത്ൽ, വിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണ്. ഈ ശിർക്ക് എന്ന് പറയുന്ന ഫിത്ന, ആ കുഴപ്പം കൊലപാതകത്തെക്കാൾ വലിയ, ഏറ്റവും വലിയ പാപമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ എത്രയായിരിക്കും അതിന്റെ അപകടം എന്നത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ.
റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശങ്ങളുടെ റബ്ബ്, ഭൂമിയുടെ റബ്ബ്, അവക്കിടയിലുള്ള എല്ലാറ്റിന്റെയും റബ്ബ്. എല്ലാ പടപ്പുകളിലും അത് പെട്ടുപോയി. റബ്ബായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം, ആകാശവും ആകാശത്തിലുള്ളവരുടെയും റബ്ബ്, അതുപോലെ തന്നെ ഭൂമിയും ഭൂമിയിലുള്ളതിന്റെയും റബ്ബ്. വമാ ബൈനഹുമാ, ആകാശങ്ങൾക്കും ഭൂമിക്കും ഇടയിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിന്റെ എല്ലാം റബ്ബ് അല്ലാഹു മാത്രം. ഖൽഖിൽ അവൻ മാത്രം ഏകനാണ്, അതുപോലെ തന്നെ മുൽക്കിൽ അവൻ മാത്രം ഏകനാണ്, അതുപോലെ തന്നെ തദ്ബീറിൽ, സൃഷ്ടിപ്പിലും അധികാരത്തിലും നിയന്ത്രണത്തിലും ആ റബ്ബ് മാത്രമേ ഉള്ളൂ, വേറെ റബ്ബില്ല എന്ന് അംഗീകരിക്കണം. എന്നാൽ ഈ കേരളക്കരയിൽ നമുക്കിടയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ധാരാളം പാവപ്പെട്ട ആളുകൾ എന്താണ് തൗഹീദിന്റെ ഈ റുബൂബിയ്യത്തിന്റെ മേഖലയിൽ അവരുടെ അവസ്ഥ വളരെ അപകടമാണ്. പ്രിയപ്പെട്ടവരെ, മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുമ്പോൾ, മഴ വർഷിപ്പിക്കുന്നത് റബ്ബായി അംഗീകരിക്കുമ്പോൾ, അതുപോലെ തന്നെ അങ്ങനെ പല നന്മകളും അവതരിപ്പിക്കുന്നത് റബ്ബാണെന്ന് അവർ അംഗീകരിക്കുമ്പോൾ, അള്ളാഹ്ക്ക് നൽകേണ്ടുന്ന ഇലാഹായി അള്ളാഹു മാത്രം എന്ന കാര്യം അവർ അംഗീകരിക്കാതെ പോകുമ്പോൾ വിശുദ്ധ ഖുർആൻ അതിനെ ആക്ഷേപിക്കുന്നു. എന്നാൽ കേരളക്കരയിലെ മുസ്ലിമീങ്ങളിൽ പലരും ഈ തൗഹീദ് റുബൂബിയ്യ പോലും അംഗീകരിക്കുന്നില്ല. സട്ടാവായി അള്ളാഹു മാത്രം എന്നത് അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ അധികാരം അള്ളാഹ്ക്ക് മാത്രം, നിയന്ത്രണം അള്ളാഹു മാത്രം എന്ന് പറയുമ്പോൾ CM മടവൂരിനെ കുറിച്ചും അതുപോലെ തന്നെ മരിച്ചുപോയ മഹത്തുക്കളെ കുറിച്ചും അള്ളാഹുവിന്റെ ഒരുപാട് മഹത്വങ്ങളുള്ള, അള്ളാഹ് കൊടുത്ത കഴിവുകളുള്ള ഔലിയാക്കൾ ധാരാളമുണ്ട്. ആ ഔലിയാക്കളിൽ തന്നെ പല ദറജകളിലുണ്ട്. കുത്തുബുകൾ അതിൽപ്പെട്ടതാണ്, അതുപോലെ തന്നെ അബുദാലുകൾ അതിൽപ്പെട്ടതാണ്. ഇങ്ങനെ പല ദറജകൾ പറഞ്ഞുകൊണ്ട് അവരിൽ ചില ആളുകൾ ലോകം തന്നെ നിയന്ത്രിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പലരും എന്ന് എഴുതി, പ്രസംഗിച്ചു, പാടി. അതിനെതിരെ കൃത്യമായി തൗഹീദിന്റെ അഹ്ലുകാർ, മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് വിശദീകരണങ്ങൾ കൊടുത്തു, മറുപടികൾ പറഞ്ഞു, ഖണ്ഡനങ്ങൾ നടത്തി, വാദപ്രതിവാദങ്ങൾ നടത്തി. ആ വിഷയത്തിൽ പലർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അൽഹംദുലില്ലാ, കൂടെ ചേർന്നു. പല ആളുകളും പറയുന്നത് മുജാഹിദുകളല്ലേ, വഹാബികളല്ലേ എന്ന് മറുപക്ഷം ഉലമാക്കൾ പറയുമ്പോൾ അവിടെ ഉറച്ചു നിൽക്കാൻ തയ്യാറായി. നമ്മുടെ തൗഹീദിൽ കുഴപ്പമില്ല എന്ന് വിശ്വസിച്ചു. പറഞ്ഞ് അവസാനം അതിവാദങ്ങായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിന്റെ പടപ്പായി വലിയായി ഇവർ പറഞ്ഞിരുന്ന CM മടവൂർ, അദ്ദേഹത്തെ കുറിച്ച് അടുത്തൊരു പാട്ടിറങ്ങി നമുക്കറിയാം. മടവൂരാരോ പടച്ചോനാണോ എന്ന് ചോദിക്കുന്നവനോട് നീ ചൊല്ല്, അതെ അതെ ഞങ്ങളെ പടച്ചോൻ മടവൂരാണ്, അറിയണേ. അപ്പോ ആ മടവൂരായി അല്ലാഹുവിനെ റബ്ബായി അംഗീകരിക്കുന്നതിന് പകരം ഞങ്ങളുടെ റബ്ബ് മടവൂര് തന്നെ എന്ന് പാട്ടിലൂടെ അവതരിപ്പിച്ചപ്പോൾ, പെരിന്തൽമണ്ണക്കാരനായ ആ പണ്ഡിതൻ അങ്ങനെ പാടിവിട്ടപ്പോൾ അതിനെതിരെ ശക്തമായി അൽഹംദുലില്ലാ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പെരിന്തൽമണ്ണയിൽ വെച്ച് ആദർശ സമ്മേളനം നടത്തി. അവരെ തിരുത്തി. അവർക്കിടയിൽ അതിനെക്കുറിച്ച് കൃത്യമായ ചലനങ്ങൾ ഉണ്ടായി. കറാമത്തുകളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ പറയേണ്ടതില്ല എന്ന് ഉലമാക്കൾ കൂടിക്കൊണ്ട് ഈ അതിവാദം പറയുന്ന ഉലമാക്കളെ നിയന്ത്രിക്കാനുള്ള തർക്കങ്ങൾ, അതുപോലെ തന്നെ ലോകം നിയന്ത്രിക്കുന്ന ഇത്തരം മുദബ്ബിറുകളായ, ലോകം നിയന്ത്രിക്കുന്ന ഔലിയാക്കൾ അത് ഏതാനും ചില സ്ഥലങ്ങളിൽ ചിലതിൽ മാത്രം പരിമിതപ്പെടുത്തുന്ന രീതിയിലേക്ക് വേങ്ങര ഖണ്ഡന പ്രഭാഷണത്തിലൂടെ കടന്നു വരുമ്പോൾ അൽഹംദുലില്ലാ ഈ പ്രസ്ഥാനത്തിന്റെ ദഅവാ മേഖലയിലുള്ള മുന്നേറ്റം ഈ സമൂഹത്തിന് ഉപകരിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹു കബൂലാക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആമുഖത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ബിദ്അത്തുകൾ, ഖുറാഫാത്തുകൾ, ഈ സംഗതികളുമായി നമ്മൾ മരിച്ചുപോയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണ്ടേ. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അവസാന വാക്ക് ആരുടേതാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നത് അവർക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനെന്ത് വേണം? നമ്മുടെ ഖൽബിൽ റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം ക്ലിയർ ആയിരിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ ആ റബ്ബുമായി ബന്ധപ്പെട്ട തൗഹീദ് അംഗീകരിച്ചുകൊണ്ടായിരിക്കണം. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് റബ്ബിനെ ഏൽപ്പിക്കുന്നവരായിരിക്കണം. അങ്ങനെ സമാധാനത്തിലൂടെ ജീവിക്കുന്ന അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് അറിയണം. അല്ലാഹുവിനെ കുറിച്ച് സദാ ഓർത്തുകൊണ്ടിരിക്കുന്ന മനസ്സിന്റെ ഉടമകൾക്ക്, മനുഷ്യർക്ക് മാത്രമേ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകൂ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. ആ റബ്ബിനെ പുൽകാൻ, പ്രിയപ്പെട്ടവരെ, തൗഹീദ് പുൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനാണ് ഇത്തരം ആദർശ സമ്മേളനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയങ്ങൾ ഗൗരവത്തോടെ നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത് എന്നത് ഈ ഇരിക്കുന്ന മുവഹിദുകളായ നമുക്കൊക്കെ അറിയാം. പക്ഷേ നമ്മുടെ ഈ സമ്മേളനം
പല രീതിയിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇത് ഈ നാട്ടിൽ തന്നെ വ്യത്യസ്തരായി കണ്ടുകൊണ്ടിരിക്കുന്ന പലരുമുണ്ട്. ആദ്യമായി ഈ തൗഹീദ് മനസ്സിലാക്കുന്ന, ആദ്യമായി ഈ വിഷയത്തെക്കുറിച്ച് കാണുന്ന, കേൾക്കുന്ന ആളുകൾ, അവർക്ക് ഹിദായത്തിന്റെ വാതായനം തുറന്നു കൊടുക്കാൻ ഈ സമ്മേളനം ഒരു കാരണമാവണേ എന്ന് അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തുറന്ന മനസ്സോടുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ. പടച്ചോനാണ് എന്ന് ഈ കേരളക്കരയിലെ മുസ്ലിമീങ്ങളോട് പറയേണ്ടി വരിക എന്ന് പറയുമ്പോൾ എത്ര ഗൗരവമാണ്. അല്ല കൂട്ടരെ, CM അല്ല പടച്ചോൻ, അള്ളാഹുവാണ് പടച്ചോൻ എന്ന് മുസ്ലിമീങ്ങളോട് പറയേണ്ടി വരിക എന്ന് പറയുമ്പോൾ എത്ര വലിയ അപകടമാണ്. അപ്പൊ നമ്മുടെ സമൂഹത്തിലെ വിശ്വാസം, അള്ളാഹുവിനെ കുറിച്ചുള്ള അവരുടെ വിശ്വാസം, അള്ളാഹുവിനെ കുറിച്ചുള്ള അവരുടെ പ്രവർത്തനം, തൗഹീദിന്റെ ഈ ഒന്നാമത്തെ ഭാഗം പോലും ക്ലിയറാക്കാൻ പലപ്പോഴും നമ്മുടെ ഉമ്മത്തിലെ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. അവർ തൗഹീദ് റുബൂബിയ്യ അംഗീകരിക്കണം. റബ്ബായി അല്ലാഹു മാത്രം, അഥവാ ഖൽഖിലും മുൽക്കിലും തദ്ബീറിലും സൃഷ്ടിപ്പിൽ ഏകനാണ്, അധികാരത്തിൽ അവൻ ഏകനാണ്, നിയന്ത്രിക്കുന്നത് അവൻ മാത്രമാണ്, വേറെ നിയന്താവില്ല. CM-നെ അത് ഏൽപ്പിച്ചിട്ടില്ല, മമ്പുറം തങ്ങൾ അത് ഏൽപ്പിച്ചിട്ടില്ല, മറ്റേതെങ്കിലും ഔലിയാക്കളെ റബ്ബ് ഏൽപ്പിച്ചിട്ടില്ല. ലോകം നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. ആ CM-ന് മുമ്പ് വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, അതിനു മുമ്പ് പല ഔലിയാക്കളും കഴിഞ്ഞു പോയിട്ടുണ്ട്, അമ്പിയാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഈ ലോകത്ത് പല അവസ്ഥകളും കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനെയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച റബ്ബ് ഏക ഇലാഹ്, അവൻ മാത്രമാണ് നിയന്താവ്. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി. അതുകൊണ്ട് അവനെ മാത്രം ആരാധിക്കണം. ഇലാഹായി അല്ലാഹു മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അർഹതയുള്ള ആരാധ്യൻ ഏക ഇലാഹായ റബ്ബ് മാത്രമേ ഉള്ളൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന് എൻ്റെ ജീവിതം ഇതാ സാക്ഷ്യം വഹിക്കുകയാണെന്ന് പറഞ്ഞാൽ ആ മുഅ്മിനിന് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു അയച്ച നബിയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വിശ്വാസം എങ്ങനെയെന്ന് പഠിപ്പിച്ചത്, കർമ്മങ്ങൾ എങ്ങനെയെന്ന് പഠിപ്പിച്ചത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങളെ പിൻപറ്റി ജീവിക്കാൻ, റസൂലിനെ റസൂലായി അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ രണ്ട് കലിമത്ത് തൗഹീദിന്റെ ഈ വാക്കുകളില്ലേ പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതാണ് നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്നത്. ഇതിൽ വ്യതിചലനം സംഭവിച്ചാൽ, ഇതിൽ എങ്ങാനും വ്യത്യാസം വന്നുപോയാൽ ഈ ലോകം അങ്ങനെ കഴിഞ്ഞു പോകും, പരലോകം നമുക്ക് നഷ്ടമായിരിക്കും. ബർസഖോട് കൂടി അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ ഖബറാളിയും ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യമായി അവനോട് ചോദ്യമുണ്ട്, റബ്ബിനെ കുറിച്ചാണ്. മൻ റബ്ബുക്, ആരാണ് നിന്റെ റബ്ബെന്ന് ചോദ്യമുണ്ട്. എല്ലാവർക്കും അറിയാം എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറയണമെങ്കിൽ ഈ തൗഹീദ് അംഗീകരിക്കണം. നമ്മൾ പറഞ്ഞ തൗഹീദ് റുബൂബിയ്യ അംഗീകരിക്കണം. രണ്ടാമത് പറഞ്ഞ തൗഹീദുൽ ഉലൂഹിയ്യ, അല്ലാഹനെ മാത്രമേ ആരാധിക്കാവൂ. ആരാധനയുടെ പരിധിയിൽപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അത് റബ്ബിലേക്ക് മാത്രം കൊടുക്കാൻ നമുക്ക് കഴിയണം. നേർച്ചകൾ അതിൽപ്പെട്ടതാണ്, അതുപോലെ തന്നെ ദുആകൾ അതിൽപ്പെട്ടതാണ്, ഇസ്തിഗാസകൾ അതിൽപ്പെട്ടതാണ്. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള എല്ലാം അല്ലാഹുവോട് മാത്രമായിരിക്കണം, എങ്കിലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാഹുമ്മ റബ്ബനാ റബ്ബി സുബ്ഹാനക, ഞങ്ങളുടെ റബ്ബേ, എൻ്റെ റബ്ബേ, പരിശുദ്ധനായവനെ. ഇങ്ങനെയല്ലാതെ നമ്മുടെ ദിക്റുകളോ ദുആകളോ തസ്ബീഹുകളോ തഹ്ലീലുകളോ വ്യത്യാസപ്പെടാൻ പാടില്ല, റബ്ബിലേക്ക് മാത്രമായിരിക്കണം. അതാണ് ഇബാദത്ത്. ഹജ്ജും ഉംറയും തവാഫും സഅയും അല്ലാഹുവിലേക്ക് മാത്രമായിരിക്കണം. നമസ്കാരം, നോമ്പ് എല്ലാം അല്ലാഹുവിലേക്ക് മാത്രമായിരിക്കണം. നമ്മുടെ നേർച്ചകൾ, വഴിപാടുകൾ, അതുപോലെ തന്നെ നമ്മുടെ അറവുകൾ, ബലികർമ്മങ്ങൾ എല്ലാം അല്ലാഹുവിലേക്ക് മാത്രമായിരിക്കണം. അതാണ് തൗഹീദുൽ ഉലൂഹിയ്യ. വിശുദ്ധ ഖുർആൻ ഈ മേഖല ഒരുപാട് വിശദീകരിച്ചു. ലോകത്തിലേക്ക് അമ്പിയാക്കൾ വന്നിട്ട് ഏറ്റവും പ്രധാനമായി ഇതാണ് കൂടുതൽ പറയേണ്ടി വന്നത്. അതിന്റെ പേരിലാണ് അമ്പിയാക്കൾക്ക് യുദ്ധം നേരിടേണ്ടി വന്നത്, അതിന്റെ പേരിലാണ് അമ്പിയാക്കൾക്ക് ഹിജ്റ പോകേണ്ടി വന്നത്. ഞാൻ വിശദീകരിക്കേണ്ടെന്ന് ആവശ്യമില്ല. ആ തൗഹീദുൽ ഉലൂഹിയ്യയുടെ വിഷയത്തിൽ നമ്മുടെ ഖൗമിന്റെ അവസ്ഥ എന്താ? ഇപ്പൊ CM-നെ പടച്ചോനാക്കിയ ആളുകൾ ഈ അടുത്തൊരു പാട്ടിറക്കിയല്ലോ. പടച്ചോനാണ് റബ്ബെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ പാട്ടിലൂടെ ആ പടച്ചോനാക്കി പാടിയ സംഭവങ്ങൾ വേറെയുമുണ്ട്. കാക്കണം ഞങ്ങളുടെ ശൈഖോരെ, നോക്കണം ഞങ്ങളെ മടവൂരെ, ഉങ്ങളെ തുണയില്ലാതൊരു തണലും ഞങ്ങൾക്കില്ല പുങ്കവരെ. മഹാനായ CM മടവൂരിനെ മഹാനായി കാണുകയും
പടച്ചോനാണ് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഷെയ്ഖുനാനെ വിളിച്ചു തേടുകയാണ്, ഞങ്ങളെ കാക്കണേ, ഞങ്ങളെ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ തുണയല്ലാതെ വേറെ തുണയില്ല എന്ന് പച്ചയായ ശിർക്ക് പാട്ടിലൂടെ പറഞ്ഞിട്ടുണ്ട്. കുത്തുബുല്ലാലം മടവൂരി മദദുൽ അമ്മ മടവൂരി ഷെയ്ഖുലില്ലാ മടവൂരി അൽ മദദു യാ മടവൂരി. മടവൂരിന്റെ മദദ് തേടിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ മദദ് തേടുന്നതിന് പകരം CM മടവൂരിന്റെ മദദ് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി തേടുകയും ആ മഹാനായ CM മടവൂരിനെ കുറിച്ച് അള്ളാഹുവോട് തേടേണ്ടുന്ന കാര്യങ്ങൾ വരെ തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. CM മടവൂരിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നതിന് മുമ്പ് നമുക്കറിയാം ഷെയ്ഖ് ജീലാനിയെ കുറിച്ച് അങ്ങനെ അവർ വാദിക്കാറുണ്ട്. വല്ല നിലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാവുത്തീരം ചെയ്യും ഞാനെന്നോവർ. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കൺമാഞ്ഞ നിങ്ങളുടെ കൽഭാഗമെന്നോവർ. ഔലിയാക്കളായി പരിചയപ്പെടുത്തുന്ന പലരെക്കുറിച്ചും ഒയ്ബറിയാം. വായി കൂടുന്നതിന് മുമ്പ് തന്നെ ഉത്തരം ചെയ്യും. അതുകൊണ്ട് എവിടെന്നും വിളിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുലേക്കുള്ള പ്രാർത്ഥനയെ, ദുആഇനെ, ഇസ്തിഗാസയെ വഴി തെറ്റിവിട്ട നമ്മുടെ സമൂഹത്തിലെ അവസ്ഥ, ദുരന്തം നമുക്കറിയാം. അന്നെല്ലാം നമ്മൾ വിശദീകരിച്ചു അള്ളാഹുവോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന്. ഒരു മുഅ്മിനിന്റെ വിശ്വാസം അത് ക്ലിയർ ആയിരിക്കണം. വിശ്വാസമനുസരിച്ചുള്ള തൗഹീദിന്റെ അമലുകൾ ഉണ്ടായിരിക്കണം. ഒരിക്കലും ശിർക്കായ തേട്ടങ്ങൾ അവളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഷെയ്ഖേ, ബീവി, തങ്ങളെ, ഹോജ എന്നൊരു തേട്ടമില്ല. റബ്ബേ, എന്റെ റബ്ബേ, പരിശുദ്ധനായവനെ, ഇങ്ങനെയുള്ള തേട്ടങ്ങളെ നമുക്കുണ്ടാകാൻ പാടുള്ളൂ. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, വഖാല റബ്ബുക്കും ഉദ്ഉനി, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുവിൻ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നോട് ദുആ ചെയ്യുക എന്ന ആരാധനാ കർമ്മത്തിൽ നിന്നും ആരെങ്കിലും അഹങ്കരിച്ചുകൊണ്ട് മാറിപ്പോയാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യന്മാരായി നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഷെയ്ഖ് ജീലാനി തന്നെ തന്റെ കിതാബിൽ ചോദിക്കുന്നുണ്ട് അക്കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളോട്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക? വഫീ ഖൽബിക കം ഇലാഹ്, കാരണം നിങ്ങളുടെ കൽബുകളിൽ എത്രയെത്ര ഇലാഹുകളെയാണ് നിങ്ങൾ വെച്ചിട്ടുള്ളത്. അള്ളാഹ്ക്ക് പുറമെ അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് തേടിക്കൊണ്ടിരിക്കും. അള്ളാഹിനോടും തേടുന്നു, അവരോടും തേടുന്നു. അതിനെക്കുറിച്ച് ഷെയ്ഖ് ജീലാനി ചോദിക്കുന്നു, അത് നിങ്ങളുടെ കൽബിൽ വെച്ചിരിക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? എങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നത്? ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ മഅ ശിർക്കിൽ ഖൽബി, നിങ്ങളുടെ നാവ് കൊണ്ട് ഈ തൗഹീദിന്റെ വാക്ക് പറഞ്ഞതുകൊണ്ട് ഒരു ഫായിദയുമില്ല കൂട്ടരെ. കൽബിൽ ശിർക്കാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹു പള്ളി എങ്ങനെയാണോ ആകാൻ പറഞ്ഞത് അതുപോലെ നിന്റെ കൽബിൽ ഒരു പള്ളി ഉണ്ടാക്കിക്കോ. അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്. അവിടെ വെച്ച് അവന് പുറമെ ഒരാളെയും വിളിച്ചു തേടാൻ പാടില്ല. അതാണ് പള്ളിയെങ്കിൽ ആ തൗഹീദ്, ആ പള്ളിയെ പോലെ നിന്റെ കൽബിൽ തൗഹീദ് സ്ഥാപിക്കൂ എന്നാണ് മഹാനായ ഷെയ്ഖ് ജീലാനി വിശദീകരിച്ചിട്ടുള്ളത്. ആ ജീലാനിയെയും വിളിച്ചു തേടുന്ന അവസ്ഥ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പഠിപ്പിക്കാനാണ് വന്നത്. ലാത്തയെ, ഉസ്സയെ, മനാത്തയെ, ഹുബുല്ലായെ, ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയൊക്കെ ആദരിക്കാം, ബഹുമാനിക്കാം, സ്നേഹിക്കാം. അവർ നല്ലവരാണ്, മഹത്തുക്കളാണ്. പക്ഷെ ആരാധിച്ചുകൂടാ. അപ്പോഴാണ് ചോദിച്ചത്, ഈ പല ഇലാഹുകളെ ഒഴിവാക്കി അള്ളാഹനെ മാത്രം എന്ന് പറയുകയാണോ മുഹമ്മദ്? ഇത് വല്ലാത്ത അത്ഭുതം തന്നെ കേട്ടോ, ഇത് പുത്തൻവാദമാണ് കേട്ടോ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്കും അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് അത് ഉൾക്കൊണ്ട് ചെല്ലുവിൻ, നിങ്ങൾ അങ്ങനെ ക്ലിയർ ആകുവിൻ, വിജയിച്ചേക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉപദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ തൗഹീദ് ക്ലിയർ ആവണം. മൂന്നാമത്തെ ഭാഗം, ഹൽ തഅലമു ലഹു സമീയാ, അവന് പേരൊത്ത വേറെ വല്ലവനെയും നിനക്ക് പരിചയമുണ്ടോ? അള്ളാഹു ഈ ചോദ്യത്തിലൂടെ അള്ളാഹിനെ പോലെ നല്ല നാമങ്ങളുള്ള, വിശേഷണങ്ങളുള്ള ഒരാളും ഇല്ല എന്ന് സ്ഥാപിക്കുകയാണ്. ഏറ്റവും നല്ല നാമങ്ങൾ അള്ളാഹ്ക്ക് മാത്രം, ഏറ്റവും നല്ല വിശേഷണങ്ങൾ അള്ളാഹുവിന് മാത്രം. അതുകൊണ്ട് ആ റബ്ബിന്റെ നാമങ്ങൾ വെച്ച്, ആ റബ്ബിന്റെ വിശേഷണങ്ങൾ മനസ്സിലാക്കി അവന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് അവനോട് തേടണം. നിങ്ങൾ അല്ലാഹു എന്ന് വിളിച്ചു തേടുവിൻ, അല്ലെങ്കിൽ റഹ്മാനെ എന്ന് വിളിച്ചു തേടുവിൻ. അല്ലാഹുവിന്റെ ഏത് നല്ല നാമങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ തേടിയാലും അവൻക്കാണ് ഏറ്റവും നല്ല നാമങ്ങളുള്ളത്.
അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രിക്കുമെന്ന് പറയുമ്പോൾ CM മടവൂരാണ് നിയന്ത്രിക്കുന്നത് എന്ന് വാദിക്കുന്നു. അള്ളാഹുവോട് മാത്രമേ ഇബാദത്തുകൾ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അല്ല, CM-നും കൊടുക്കാം, മഹത്തുക്കളോടുമാവാം എന്ന് വാദിക്കുന്നു. അള്ളാഹുവിന് മാത്രമാണ് ഏറ്റവും നല്ല നാമങ്ങളും വിശേഷണങ്ങളും ഉള്ളതെന്ന് പറയുമ്പോൾ ഷെയ്ഖ് ജീലാനിക്കും 99 നാമങ്ങളുണ്ട്. ആ നാമങ്ങളെ പറഞ്ഞിരുന്നാൽ അള്ളാഹുവിന്റെ 99 നാമങ്ങളെ പറഞ്ഞതിന് പകരം സവാബിന് കിട്ടും എന്ന് എഴുതി വെച്ച മലയാളക്കരയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. തൗഹീദിന്റെ ഏത് മേഖലയാണ് ശിർക്കായി കൊണ്ട് ഇവർ കടത്തിക്കൂട്ടാത്തത്? അതുകൊണ്ട് ഉലമാക്കൾ എന്ന് പറയുന്ന പലരും നമ്മുടെ ഈമാനിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഖബറിലേക്ക് നമ്മളെ ഉള്ളൂ, ആ ആലിമീങ്ങളില്ല. ആരാ നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു ആണ് റബ്ബെന്ന് പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ തൗഹീദിന്റെ എല്ലാ ഭാഗങ്ങളും ക്ലിയറായി നമ്മുടെ ജീവിതത്തിൽ അത് അമലായി ഉണ്ടാകണം. അതാണ് ഈ ആദർശ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനമായി എൻ്റെ സംസാരത്തിൽ എനിക്ക് പറയാനുള്ളത്. എങ്കിൽ റബ്ബി അല്ലാഹ് എന്ന് പറയാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിന് വിരുദ്ധമായി ചെയ്താൽ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരാണോ റബ്ബിൽ പങ്കു ചേർക്കുന്നത് അവൻക്ക് സ്വർഗ്ഗം അള്ളാഹു ഹറാമാക്കും. വമഅവാഹുൻ നാർ, അവനെ നരകത്തിലേക്കായിരിക്കും അള്ളാഹു കൊണ്ടുപോകുന്നത്. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, ആ നരകത്തിൽ സഹായിയായി ആരും ഇല്ല. അവർ നരകത്തിൽ വന്നെരിയേണ്ടി വരും. ആ നരക ശിക്ഷയിൽ ഈ ശിർക്കിനുള്ള ശിക്ഷ എന്താണ്? ശാശ്വതമായ നരകമാണ്, രക്ഷയില്ല. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശിർക്കിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. വിശുദ്ധ ഖുർആൻ എത്ര ഗൗരവത്തിലാണ് അതിനെക്കുറിച്ച് നമ്മളോട് പഠിപ്പിച്ചത്. എന്നിട്ടും നമ്മുടെ സമൂഹം അത് നിസ്സാരമായി കാണുന്നു, അതിന്റെ ഗൗരവം തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താവായി തൗഹീദിന്റെ ക്ലിയറായി നമ്മൾ അംഗീകരിക്കണമെന്നതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. ആരാണ് നബി എന്ന ചോദ്യം ഉണ്ടായിരിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ മുഹമ്മദ് നബിയാണെന്ന് പറയണമെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ചെയ്യാൻ നമുക്ക് കഴിയണം. മരിച്ചുപോയ ആളുകളോട് ഇസ്തിഗാസ നടത്താൻ പാടില്ല, ഖബറുകളോട് തേടാൻ പാടില്ല, മഹത്തുക്കളോട് ദുആ ചെയ്യാൻ പാടില്ല, അമ്പിയാക്കളോടോ സ്വാലിഹീങ്ങളോടോ ആവാൻ പാടില്ല. അള്ളാഹുവോട് മാത്രമാകണം. ഒന്നാമത്തെ കാര്യം അതാണ്. എങ്കിലേ ആ റബ്ബിനെ കുറിച്ച് പറയാൻ കഴിയൂ. രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയണമെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യാൻ നമുക്ക് കഴിയണം, സുന്നത്ത് പിൻപറ്റാൻ കഴിയണം, ബിദ്അത്തുകളിൽ നിന്ന് രക്ഷപ്പെടണം, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുന്നത് പോലെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കും, മൻ നബിയുക്, ആരാണ് നിന്റെ നബി എന്ന്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മാദാ തഖൂലു ഫിർ റജുൽ അല്ലദീ ബുഇസ ഫീ, നിങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ള നിയോഗിച്ചിട്ടുള്ള ഈ വ്യക്തിയെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം, നിനക്ക് എന്തറിയാം? അതായിരിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം കാണിച്ചുകൊണ്ട് ചോദിക്കുന്നത് എന്നാണ്. ആ സന്ദർഭത്തിൽ സത്യവിശ്വാസികൾ പറയും, മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദുൻ റസൂലുള്ളാഹ്. ഈ വ്യക്തിയെ എനിക്ക് പരിചയമുണ്ട്, ഇത് ഞങ്ങളിലേക്ക് ദീൻ പഠിപ്പിക്കാൻ വന്ന മുഹമ്മദ് നബിയാണ്, മുഹമ്മദ് നബിയാണ്, മുഹമ്മദ് നബിയാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. മലായിക്കത്തുകളുടെ ചോദ്യം, മലായിക്കത്തുകൾ ചോദിക്കുന്നു, വകൈഫ അറഫ്ത ദാലിക്, എങ്ങനെയാണ് ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കിയത്, അറിഞ്ഞത്? അവിടെ സത്യവിശ്വാസികളുടെ മറുപടി എന്താ? ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ കിതാബ് വായിച്ചിട്ടുണ്ട്. ഫആമൻതു ബിഹി, ആ കിതാബിൽ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. വഅമിൽതു ബിഹി, ആ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് ഞാൻ അമൽ ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഖുർആൻ ഹിദായത്തിന്റെ ഗന്ധം പഠിപ്പിക്കാൻ വന്ന നബിയാണിത്. ആ നബിയാണ് ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചത്. അതിന്റെ അർത്ഥവും ആശയവും അതിന്റെ വ്യാഖ്യാനങ്ങളും അതിന്റെ ഹുക്കുമുകളുമെല്ലാം സ്വഹാബത്തിനെ പഠിപ്പിച്ചത് ഈ നബിയാണ്. സ്വഹാബത്ത് താബിഈങ്ങൾക്ക്, താബിഈകൾ തബഉ താബിഈങ്ങൾക്ക്, അങ്ങനെ ദീനുൽ ഇസ്ലാം ഞങ്ങൾക്ക് കിട്ടിപ്പോന്നതാണ്. ഈ മുഹമ്മദ് നബിയെ ഞങ്ങൾക്കറിയാം. അള്ളാന്റെ കിതാബ് ഞാൻ വായിച്ചിട്ടുണ്ട്, അതിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, അതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ച, ഖുർആൻ പഠിച്ച, അതനുസരിച്ച് ജീവിച്ച ആളുകൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ മുഹമ്മദ് നബിയെ പിൻപറ്റി എന്ന് പറയാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ കേരളക്കരയിൽ ഖുർആൻ അർത്ഥം പഠിക്കേണ്ടതില്ല, സൂറത്തുൽ ഫാത്തിഹ പോലും അർത്ഥം പഠിക്കേണ്ടതില്ല എന്ന് എഴുതി വെച്ച പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജുമത്തിൽ ഖുർആൻ,
വിശുദ്ധ ഖുർആൻ തർജുമ ചെയ്യുന്ന ആളുകളോട് ഒരു താക്കീത് എന്ന് പറഞ്ഞിട്ട് പച്ചമലയാളത്തിൽ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ ഉലമാക്കൾക്കിടയിൽ നിന്ന് തന്നെ വിശുദ്ധ ഖുർആന്റെ അർത്ഥങ്ങൾ, പരിഭാഷകൾ ഇറങ്ങി. മായിൻകുട്ടി ഇളയ എന്ന് പറയുന്ന പിന്നീട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന മഹാപണ്ഡിതൻ വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തിയപ്പോൾ വേദം ഫുർഖാനുൽ അദീമല്ലേ, പുസ്തകമെന്റുൽ പേര് നീ കേട്ടില്ലേ? വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ മഹത്തായ ഗ്രന്ഥമല്ലേ, അതിനിതാ പരിഭാഷപ്പെടുത്തി പുസ്തകമാക്കിയിരിക്കുന്നു. വല്ലാത്തൊരു അബദ്ധമാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഖുർആൻ പരിഭാഷയെ പരിഹസിച്ചൊരു കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, മായിൻകുട്ടി ഇളയുടെ ആ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയുടെ കോപ്പികൾ എത്രയാണ് കടലിൽ മുക്കിയത്, എത്രയാണ് കത്തിച്ചു കളഞ്ഞത്. അൽഹംദുലില്ലാഹ്, അവരിൽ നിന്ന് പിന്നീട് വിശുദ്ധ ഖുർആൻ പരിഭാഷകൾ ഉണ്ടായി. ആ ഖുർആൻ പരിഭാഷ വായിച്ച് അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങണമെന്നതാണ് പറയുന്നത്. അത് ഒരു ഉസ്താദിൽ നിന്ന് ശരിയായ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കി നമ്മൾ പഠിക്കുമ്പോൾ, ഖുർആനും ഹദീസും കൂടി പഠിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായി ഖബറിൽ പറയാൻ നമുക്ക് കഴിയും. തോന്നിയ വ്യാഖ്യാനം പറ്റുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ആ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചത്, ആ ആയത്തനുസരിച്ച് എന്ത് അമലാണോ നമ്മൾ ചെയ്യേണ്ടത്, അതിൽ നിന്ന് എന്ത് ഹുക്കുമുകളാണോ നമുക്ക് പഠിപ്പിക്കപ്പെട്ടത്, അത് ഫോളോ ചെയ്യാൻ നമുക്ക് കഴിയണം. അതാണ് ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വഅമിൽതു ബിഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥ മുത്തബിഉ സുന്നക്ക് ഖബറിൽ വെച്ചുകൊണ്ട് അങ്ങനെ പറയാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ സുന്നത്ത് അനുധാവനം ചെയ്യാത്ത ആളുകൾക്കോ, വിശുദ്ധ ഖുർആൻ പിൻപറ്റാത്ത ആളുകൾക്കോ, അവരെ സംബന്ധിച്ചിടത്തോളം ആലിമീങ്ങൾ, മഹാത്മാക്കൾ എന്താണോ പറഞ്ഞത് അത് ദീനായി തഖ്ലീദ് ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ ഫോളോ ചെയ്യുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പരിഗണിക്കുന്നില്ല. നേരെ മറിച്ച് അന്ധമായി അനുകരിക്കുന്നു. ഓല് ദീൻ പഠിച്ചവരല്ലേ, അതുകൊണ്ട് ഓർക്ക് പിഴവ് സംഭവിക്കില്ല. ഇതാണ് നമ്മുടെ സമൂഹത്തിലെ ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ഖുറാഫാത്തിലേക്കും ആളുകൾ ഒഴുകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് ആ തഖ്ലീദുകൾ ഒഴിവാക്കി, അന്ധമായ അനുകരണങ്ങൾ ഒഴിവാക്കി, ഏത് ഉസ്താദ് പറഞ്ഞാലും ഏത് ആലിമ പറഞ്ഞാലും വിശുദ്ധ ഖുർആനിന് യോജിക്കുന്നതാണോ, ഹദീസുകൾക്ക് യോജിക്കുന്നതാണോ, സ്വഹാബികൾ മനസ്സിലാക്കിയ രീതിയാണോ, ആ കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. അതാണ് പ്രിയപ്പെട്ടവരെ ഈ വിഷയത്തിൽ പിന്നീട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ല എങ്കിൽ ശിർക്കിലും കുഫ്റിലും ബിദ്അത്തിലും നമ്മൾ അകപ്പെടും. ബിദ്അത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിദ്അത്ത് ചെയ്യുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടത്തിലാണ്. നാളെ പരലോകത്തെ ഹൗദുൽ കൗസറിൽ നിന്ന് പാനീയം ബിദ്അത്തുകാർക്ക് നഷ്ടമാണ്, നമുക്കറിയാം. ഒരുപാട് ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തേനിനേക്കാൾ വെളുത്ത, പാലിനേക്കാൾ വെളുത്ത, തേനിനേക്കാൾ മധുരമുള്ള ഒരു കപ്പ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ദാഹിക്കാത്ത ഹൗദുൽ കൗസറിലെ പാനീയം ഇന്ന് നിശ്ചലമായി നിൽക്കുകയാണ്. ആ വെള്ളം ഇളകിയിട്ടില്ല. ആദ്യമായി കപ്പിട്ട് മുക്കുമ്പോൾ ഇളകുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളക്കുമ്പോൾ മാത്രമാണ്. ആ മഹനീയമായ പാനീയമില്ല അൽ കൗസർ, ഇന്നാ അഅതൈനാകൽ കൗസർ. ആ അൽ കൗസറിലെ പാനീയം പ്രിയപ്പെട്ടവരെ തടയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിന്റെ അടയാളം, വുദൂഇന്റെ അടയാളം, അവയവങ്ങൾ തിളങ്ങുന്നത് കാരണം അവരെ തിരിച്ചറിയും. എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണല്ലോ തടയപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, റബ്ബേ ഇങ്ങോട്ട് വിടണം, അവർക്ക് കൊടുക്കാനുണ്ട്, വെള്ളം കൊടുക്കാനുണ്ട്. ആ സന്ദർഭത്തിൽ മലക്കുകൾ വിളിച്ചു പറയുന്നു, മുഹമ്മദ് നബിയെ നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ കാലശേഷം ദീനിൽ എന്തൊക്കെ മാറ്റങ്ങളായി ഇവർ വരുത്തിയത് എന്ന്. പിഴവിന്റെ ആളുകളാണ്, ബിദ്അത്ത് ചെയ്തവരാണ്, പുത്തനാചാരക്കാരാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫസുഹ്കൻ സുഹ്കാ ലിമൻ ഗയ്യറ ബഅദി, എന്റെ കാലശേഷം ദീനിനെ മാറ്റിമറിച്ചവരെ, ബിദ്അത്തുകാരെ അകന്നുപോ എന്ന് പറഞ്ഞ് ആട്ടിവിടും. ബർസഖ് ലോകത്ത് മറുപടി പറയാൻ പ്രയാസമുണ്ടാകും. ആഹ് ആഹ്, എനിക്കറിയില്ല, അറിയില്ല, മുഹമ്മദ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ആളുകൾ വിശ്വസിച്ചിരുന്നു, പ്രവർത്തിച്ചിരുന്നു, പക്ഷെ ഞാൻ അതിന്റെ കൂടെ കൂടിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ബർസഖിൽ ശിക്ഷയായിരിക്കും. നാളെ പരലോകത്ത് ഹൗദുൽ കൗസറിൽ നിന്ന് പാനീയം നഷ്ടപ്പെടും, അകറ്റിവിടും, ആട്ടി ഓടിക്കും. ഈ ദുരന്തം പ്രിയപ്പെട്ടവരെ വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ബിദ്അത്തുകൾ കടന്നു വരുന്നത് നമ്മൾ സൂക്ഷിക്കണം. സുന്നത്തിനെ അനുധാവനം ചെയ്യാൻ നമുക്ക് കഴിയണം. മഹാനായ ബർറാ ഇബ്നു ഹാസിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിന്റെ അദബ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, ഉറക്ക സന്ദർഭത്തിലുള്ള ദിക്റുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിനിടയ്ക്ക് അവസാനമായി ചൊല്ലേണ്ടുന്ന ഒരു ദിക്റിന്റെ അവസാന ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു. ആമൻതു ബികിതാബിക്കല്ലദീ അൻസൽത വബിനബിയിക്കല്ലദീ അർസൽത. ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആനിൽ വിശ്വസിച്ചിരിക്കുന്നു,
അതുപോലെ തന്നെ റസൂലായി അയക്കപ്പെട്ട നബിയായി അയക്കപ്പെട്ട മുഹമ്മദ് നബിയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പദം ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അല്ലാഹു അനുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്ന സന്ദർഭത്തിലുള്ള ദിക്റുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഒബിനബിയിക്കല്ലദീ അർസൽത എന്ന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം ഒന്നുകൂടി ഖൈർ ഉദ്ദേശിച്ച് ആ പദത്തെ ഒന്ന് മാറ്റി ഒബി റസൂലിക്കല്ലദീ അർസൽത എന്ന് പ്രയോഗിച്ചു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പിടിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബർറാഎ, അങ്ങനെയല്ല ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അദ്ദേഹം വളരെ കൃത്യമായി ഗൗരവത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്, മാ ഹക്കദാ യാ ബർറാ ബൽ ഖുൽ വബിനബിയിക്കല്ലദീ അർസൽത. നീ ഇങ്ങനെ തന്നെ പറയണം, ഞാൻ എങ്ങനെയാണോ നിനക്ക് പഠിപ്പിച്ചു തന്നത് അങ്ങനെ തന്നെ പറയണം. റസൂലിക്ക എന്ന് ഞാൻ പഠിപ്പിച്ചിട്ടില്ല, നബിയിക്ക എന്നാണ് അവിടെ പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ പറയണം കേട്ടോ. നബിയിക്ക എന്ന് പറയുന്ന ആ നബി എന്ന പദത്തേക്കാൾ റസൂൽ എന്ന പദം ഒന്നുകൂടി പദവി കൂടിയതാണ്. എന്നാലും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത് അത് തന്നെ പറയണം എന്ന് പഠിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സ്വന്തം ദീൻ ഉണ്ടാക്കാൻ അവകാശമില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിഷ്ടം സംസാരിക്കുന്നില്ല, വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാഹുവാണ് ആ പദം അങ്ങനെ തന്നെ പറയാൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിവരിച്ചു തരികയാണ്. അപ്പൊ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് മതമായി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തരുന്നു. അത് അങ്ങനെ തന്നെ പിൻപറ്റുക എന്നതാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ള ബാധ്യത. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ സ്വഹാബത്ത് എങ്ങനെയാണ് കണ്ടത്? അവര് ബിദ്അത്തിലേക്ക് പോവാതെ സുന്നത്തിനെ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ പിൻപറ്റാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടായത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കാരം കഴിഞ്ഞ് സ്വഹാബികളോട് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഈ സ്വഹാബി എന്തോ ആവശ്യത്തിന് പുറത്തു പോയതാണ്. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഒരു ദുഹാ സമയമായിട്ടുണ്ട്. സൂര്യന്റെ ഇളംചൂട് തട്ടി ആ ചൂട് കൂടി കൂടി വരുന്ന ആ ദുഹാ സമയം അദ്ദേഹം ഇങ്ങനെ പള്ളിമുറ്റത്തേക്ക് വരികയാണ്, പള്ളിയിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വെച്ച് പറഞ്ഞു, ഇജ്ലിസ്, അവിടെ ഇരിക്ക് എന്ന്. ഈ വാക്ക് കേട്ട് പള്ളിമുറ്റത്തുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നു. മഹാനായ ആ സ്വഹാബി അങ്ങനെ ഇരുന്നപ്പോൾ ആ ഇരുത്തം അങ്ങനെ ഇരുന്ന് വെയിൽ ചൂടാകുന്ന അവസ്ഥ വന്നു. ക്ലാസ് ദീർഘിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലാസ് നിർത്തി തന്റെ വീട്ടിലേക്ക് മടങ്ങി. സ്വഹാബത്ത് തിരിച്ചു പോവുകയാണ്. വെയിലത്തിരിക്കുന്ന മുറ്റത്തിരിക്കുന്ന ആ സ്വഹാബിയോട് മറ്റേ സ്വഹാബികൾ ചോദിച്ചു, എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് പറയുന്നു, നിങ്ങൾ എന്നെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ആരുടെ വാക്കാണോ എന്നെ ഇരുത്താൻ കാരണമായത്, എന്റെ ചെവിയിൽ ഇജ്ലിസ് എന്ന് പറഞ്ഞത്, അയാൾ എന്നോട് എഴുന്നേൽക്കാൻ പറയാതെ ഞാൻ എഴുന്നേൽക്കില്ല. മഹാനായ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്വഹാബിമാര് പറഞ്ഞു, ഇബ്നു മസ്ഊദേ, അത് നിന്നോടല്ല, നേരെ മറിച്ച് പള്ളിയിൽ ഇന്ന സ്വഹാബിയോട് ഇന്ന സന്ദർഭത്തിൽ പറഞ്ഞതാണ്, നിന്നോടല്ല. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്നെ ആരാണോ ആ വാക്ക് പറഞ്ഞിരുത്തിയത് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ എഴുന്നേൽപ്പിക്കാതെ ഞാൻ എഴുന്നേൽക്കില്ല. സ്വഹാബത്ത് നേരെ ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കാര്യങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. മസ്ജിദുൻ നബിയുടെ മുറ്റത്തേക്ക് ഇറങ്ങി. ആ പള്ളിമുറ്റത്ത് വെയിലത്തിരിക്കുന്ന സ്വഹാബിയോട് പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ ഖും ഫലകൽ ജന്ന, എഴുന്നേൽക്കടോ, നിനക്ക് ഇതിന് സ്വർഗ്ഗമാണ് പ്രതിഫലം. കണ്ടോ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ അതേ രീതിയിൽ സ്വീകരിക്കാൻ വേണ്ടി സ്വഹാബത്ത് കാണിച്ച വ്യഗ്രതയില്ലേ, അതാണ് സുന്നത്തിനോട് അവർക്കുണ്ടായിരുന്ന അനുധാവനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽപ്പെട്ട ഉദാഹരണങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ, ചെയ്യാൻ പറഞ്ഞത്, ചെയ്ത് കാണിച്ചത്, മൗനാനുവാദമുള്ളത്, അതാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെ നിന്ന് വിശ്വസിച്ച കാര്യങ്ങളാണോ നമ്മുടെ വിശ്വാസത്തിലുള്ളത്? ഇതാണ് പ്രിയപ്പെട്ടവരെ കൃത്യമായി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കേണ്ടത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മഹാത്മാക്കളായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു, ഈ സുന്നത്തിനെയാണ് പിന്തുടരേണ്ടത്. ബിദ്അത്തുകൾ വെടിയണം, തഖ്ലീദുകൾ ഒഴിവാക്കണം. ഇമാം ഷാഫി പോലും പറയുന്നു, ഇദാ റഅയ്തും കലാമി മാ യുഖാലിഫുൽ ഹദീസ്
ഫഅമലു ബിൽ ഹദീസ് വദ്രിബു ബികലാമി അൽ ഖായിദ്. എന്റെ കാലശേഷം സ്വഹീഹായ ഹദീസ് നിങ്ങൾ കാണുകയാണെങ്കിൽ, എന്റെ അഭിപ്രായത്തിനോട് വിയോജിച്ചുകൊണ്ട് സ്വഹീഹായ ഹദീസ് വേറെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, ആ അഭിപ്രായത്തെ അഥവാ ആ ഹദീസിനെ നിങ്ങൾ സ്വീകരിക്കണം. എന്റെ ഈ വാക്കിനെ നിങ്ങൾ തോട്ടിലെറിയണം. മഹാനായ ഇമാം ഷാഫി പറഞ്ഞതാണ്. ഷാഫിയാക്കൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഇദാ സ്വഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. എന്റെ കാലശേഷം സ്വഹീഹായ ഹദീസ് കിട്ടിയാൽ നിങ്ങൾ ആ ഹദീസ് സ്വീകരിക്കണം. എന്റെ വാക്കുകളെ നിങ്ങൾ ഒഴിവാക്കണം. അതാണ് എന്റെ മദ്ഹബി എന്ന് മഹത്തുക്കളായ ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. മാമിൻ അഹദിൻ ഇല്ലാ വഹുവ മഹ്ഊദുൻ മിൻ കലാമി വമർദൂദുൻ അലൈഹി ഇല്ലാ സ്വഹിബ ഹാദൽ ഖബർ. മഹാനായ ഇമാം മാലിക് മഹാനവറുകൾ പറയുകയുണ്ടായി മദീനയിൽ വെച്ച്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറഞ്ഞു, എല്ലാ മനുഷ്യന്മാരുടെ വാക്കും അതുപോലെ തന്നെ അത് എടുക്കാനുണ്ടാവും, തള്ളാനും ഉണ്ടാകും. ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തി ഒഴികെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തിന്റെ വാക്കുകൾ എടുക്കാനേ ഉള്ളൂ, തള്ളാനില്ല. അതുകൊണ്ട് ആ രീതിയിലാണ് നമ്മൾ ഹദീസുകളെ സ്വീകരിക്കേണ്ടത് എന്ന് മഹാത്മാക്കളായ പണ്ഡിതന്മാര് പറയുമ്പോ, എന്താണ് നമ്മുടെ നാട്ടിലെ പള്ളി ദർസുകളിലൊക്കെ പഠിപ്പിക്കുന്നത്? ഖുർആനിൽ ഉണ്ടെങ്കിലും ഹദീസുകളിൽ ഉണ്ടെങ്കിലും സ്വഹാബത്തിന്റെ മാർഗത്തിലുണ്ടെങ്കിലും അവ പരിഗണിക്കേണ്ടതില്ല. അങ്ങനെ ആരെങ്കിലും പള്ളി ദർസിൽ വായിക്കുമോ പഠിപ്പിക്കുമോ? ഉണ്ട്. എവിടെയാണ് പറയുന്നത്? ജലാലേരി തഫ്സീറിന് ഹാഷിയ എഴുതി ഇമാം സ്വാവി. അദ്ദേഹത്തിന്റെ ആ ഹാഷിയയിൽ നമുക്ക് കാണാം, വലാ യജൂസു തഖയ്യുദു മാ ഹദൽ മദാഇബ് അൽ അർബഅ വലൗ ആഫഖ ഖൗല സ്വഹാബ വൽ ഹദീസ് സ്വഹീഹ വൽ ആയ വറുബ്ബമാ അദ്ദാഹു ദാലിക ലിൽ കുഫ്രി ഫൽ ഖാരിജു അനിൽ മദാഇബി ളാല്ലുൻ മുദില്ലുൻ لأن الأخذ بظواهر الكتاب والسنة من أصول الكفر. നാലാലൊരു മദ്ഹബ് അതന്തമായി തഖ്ലീദ് ചെയ്യലല്ലാതെ മുഅ്മിനീങ്ങൾക്ക് വേറെ മാർഗമില്ല. ഈ നാലാലൊരു മദ്ഹബിൽ നിന്ന് പുറത്തേക്ക് ചാടിയിട്ട് ഒരാൾക്കും പോവാൻ പാടില്ല, അത് അനുവദനീയമല്ല. നാലാലൊരു മദ്ഹബിൽ പിടിച്ചു നിൽക്കണം. കാരണം ഈ മദ്ഹബിന് എതിരായി കൊണ്ട് പുറത്തു ചാടി ഒരാൾ ഖുർആനാണെങ്കിലും ശരി, വലൗ ആഫഖ ഖൗല സ്വഹാബ വൽ ഹദീസ സ്വഹീഹ വൽ ആയ, ആയത്താണെങ്കിലും സ്വഹീഹായ ഹദീസാണെങ്കിലും സ്വഹാബത്തിന്റെ വാക്കുകളാണെങ്കിലും അത് എടുക്കാൻ പാടില്ല. لأن الأخذ بظواهر الكتاب والسنة من أصول الكفر. കാരണം വിശുദ്ധ ഖുർആനിന്റെയും സ്വഹീഹായ ഹദീസിന്റെയും ളാഹിറായ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കി ജീവിക്കുക എന്ന് പറയുന്നത് കുഫ്രിയത്തിന്റെ അടിത്തറയിൽപ്പെട്ടതാണ്. നഊദു ബില്ലാഹ്. അപ്പൊ വിശുദ്ധ ഖുർആൻ അവിടെയുണ്ട്, സ്വഹീഹായ ഹദീസ് ഇവിടെയുണ്ട്, സ്വഹാബത്തിന്റെ വാക്കുകളോട് യോജിച്ച വാക്കുകൾ ഇവിടെ ഉണ്ട്. ഈ മദ്ഹബിൽ പറഞ്ഞ കാര്യം അതിന് എതിരാണ്. അതിൽ നിന്ന് പുറത്തേക്ക് ചാടി ഖുർആൻ എടുക്കാൻ പറ്റില്ല, സ്വഹീഹായ ഹദീസ് എടുക്കാൻ പറ്റില്ല, സ്വഹാബത്തിന്റെ വാക്കിനോട് യോജിച്ചതിനെ എടുക്കാൻ പറ്റില്ല. ഇമാം സ്വാവി തന്റെ ഹാഷിയയിൽ വളരെ കൃത്യമായി എഴുതി വെക്കുമ്പോ, ഇത് ഓതിപ്പടിച്ച ഉസ്താദുമാർ ജനങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകും നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് ആ ഉസ്താദോ അത് ഓതിക്കൊടുത്തവരോ അത് പഠിച്ചവരോ അല്ല നമ്മുടെ ഖബറിലുള്ളത്. നമ്മുടെ ഖബറിൽ നമ്മൾ മാത്രമാണ്. ആയത്ത് കണ്ടാൽ അവിടേക്ക് വരണം, സ്വഹീഹായ ഹദീസ് കണ്ടാൽ അങ്ങോട്ട് വരണം, അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ വാക്കിനോട് യോജിച്ചതിലേക്ക് വരണം. അതാണ് യഥാർത്ഥത്തിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാർഗം എന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ വിലയിരുത്തുമ്പോ ഈ കേരളക്കരയിൽ എത്ര ബിദ്അത്തുകളാണ്, മരണ വീട്ടിൽ നടക്കുന്ന ബിദ്അത്തുകൾ. ഖുർആൻ പാരായണം സൂറത്ത് യാസീൻ ഓതി കൊടുക്കുന്നു, അതുപോലെ തന്നെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ഉച്ചത്തിൽ ചൊല്ലുന്നു, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ മറമാടുമ്പോൾ, അതുപോലെ തന്നെ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഖുൽ ഹുവല്ലാഹു അഹദ് പ്രത്യേകം ആവർത്തിച്ചോതുന്നു, ജനാസ മറമാടിയതിനു ശേഷം സൂറത്തുൽ മുൽക്ക് ഓതുന്നു. ഇങ്ങനെ പല സംവിധാനങ്ങൾ, പല സമ്പ്രദായങ്ങൾ, ബിദ്അത്തുകളായി പലതും. ഒരു വീട്ടിലേക്ക് കയറിയിരിക്കുമ്പോ, അതുപോലെ തന്നെ ഒരു പ്രസവം സംഭവിച്ചാൽ, അതുപോലെ പ്രിയപ്പെട്ടവരെ പല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോ, ഓരോ സന്ദർഭത്തിലും ഓരോ മഹല്ലിൽ ഓരോ ഉസ്താദുമാര് വരുമ്പോ പുതിയ പുതിയ ബിദ്അത്തുകൾ ഇങ്ങനെ കടന്നു വരികയാണ്. നമ്മളിപ്പോൾ റജബ് മാസത്തിലാണുള്ളത്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ റജബ് മാസം കടന്നു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ബിദ്അത്തുകൾ ഉണ്ട്, ഒരുപാട് തെറ്റായ വിശ്വാസങ്ങളുണ്ട്. നമുക്കറിയാം, വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പരസ്യം എന്താണ്? റജബ് മാസത്തിൽ ചൊല്ലേണ്ട ദിക്ർ. എന്നിട്ട് രാവിലെയും വൈകുന്നേരവും 70 തവണ ഈ ദിക്ർ ചൊല്ലുക. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. നരകം അയാളെ സ്പർശിക്കുകയില്ല.
അതുപോലെ തന്നെ അയാൾക്ക് ഇന്ന മഹത്വങ്ങളുണ്ട്. നഊദു ബില്ലാഹ്. ആര് പഠിപ്പിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവർ, അവരാർക്കും പരിചയമില്ലാത്ത പുതിയ പുതിയ ബിദ്അത്തുകൾ കണ്ടുവരുന്നു. അതുപോലെ തന്നെ റജബ് മാസം കണ്ണ് തുറക്കാതെ ഈദ് ദുആ ചൊല്ലുക, കണ്ണടച്ചിട്ട് ചൊല്ലണം. നഊദു ബില്ലാഹ്. എന്നിട്ട് എന്താ പറയുന്നത്? കടം വീടും, പിന്നീട് കടം ഒരിക്കലും വരികയില്ല, പിന്നീട് പണം കണ്ട് മടുക്കും എന്നാണ് പറയുന്നത്. എന്താണ് അതിന്റെ മഹത്വം? അങ്ങനെയുള്ള മഹത്വം പറഞ്ഞിട്ട് ഏത് ദിക്റാ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഈ ദിക്റും ഈ തസ്ബീഹും ഒക്കെ സ്വഹീഹായ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷെ റജബുമായി ഒരു ബന്ധവുമില്ല. നേരെ മറിച്ച് മനുഷ്യർക്ക് മനോവിഷമം ഉണ്ടാകുമ്പോൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷ കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുന്ന ഈ ദിക്ർ, പ്രിയപ്പെട്ടവരെ, റജബിൽ കണ്ണ് പൂട്ടി ചൊല്ലിയാൽ കടം വീടും, പിന്നെ പണം കണ്ട് മടുക്കുമെന്ന് പറയുന്നത് ആര് പഠിപ്പിച്ച ദീനാണ്? ഇത് വിശ്വാസമാക്കി, ഇത് അമലാക്കി നമ്മൾ പ്രവർത്തിച്ചു പോയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ എന്താ? റജബ് 1 മുതൽ 10 വരെ ചൊല്ലേണ്ടത് പ്രധാന ദുആകള്, പുണ്യ ദിക്റുകള്, അത്ഭുത തസ്ബീഹുകള്. എന്തൊക്കെയാണ് പരസ്യങ്ങൾ? ഓരോ മാസം ഇങ്ങനെ വരുമ്പോ പുതിയ പുതിയ ബിദ്അത്തുകൾ പ്രകടമായി കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പള്ളിയിൽ ഇമാമ് നിസ്കാരം കഴിഞ്ഞ ഉടനെ കൂട്ടുപ്രാർത്ഥന, അത് ബിദ്അത്താണ്, നമുക്കറിയാം. അതിൽ പ്രത്യേകം റജബ് മാസത്തിൽ ഒരു കൂടുതലായി കൂട്ടുപ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, ഞങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന റജബിലും വരാനിരിക്കുന്ന ശഅബാനിലും ബറക്കത്ത് ചൊരിയണേ, അതിനുശേഷം വരാനിരിക്കുന്ന റമളാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേ. നല്ല ആശയമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇങ്ങനെ ഉസ്താദ് തന്നെ ബിദ്അത്തിന് നേതൃത്വം കൊടുക്കുന്നു, പാവപ്പെട്ട അനുയായികൾ അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സുന്നത്താണ്, കർമ്മമാണെന്ന് വിചാരിച്ച്. ബിദ്അത്തിന്റെ ഒരു ഗൗരവം എന്താന്ന് ചോദിച്ചാൽ, ഒരിക്കലും തൗബ ചിന്തയുണ്ടായിരിക്കുകയില്ല. അള്ളാഹുവിലേക്ക് പാപം ചെയ്യുന്ന, തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ ഇത് തെറ്റാണെന്നറിയാം, മനസ്സ് കുത്തുണ്ട്, അയാൾ തൗബ ചെയ്യാനുള്ള ചിന്തയുണ്ട്, റബ്ബേ വന്നുപോയി പുറത്തു തരണം, അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി ചിന്തിക്കും. പക്ഷേ ബിദ്അത്ത് ചെയ്യുന്നവൻ ഒരിക്കലും തൗബ മനസ്സില്ല. കാരണം ഇത് ദീനാണ്, പുണ്യമാണ്, സ്വർഗമാണ് എന്ന് വിചാരിച്ച് ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരം ബിദ്അത്തുകൾ നമ്മളിൽ കടന്നു വരാൻ പാടില്ല. റജബ് എന്ന് മാത്രമല്ല, ഏത് മാസങ്ങളിലായാലും പുതിയ പുതിയ ബിദ്അത്തുകൾ കടന്നു വരുമ്പോൾ അത് നമ്മൾ എടുക്കാൻ പാടില്ല. ഈ മാസത്തിൽ 3 ബിദ്അത്തുകളാണ് പ്രധാനമായും. ഇതൊക്കെ അതിനെ ആഡ് ചെയ്തിട്ടുള്ള പുതിയ കാലങ്ങളിൽ വന്നതാണ്. ഒന്നാമത്തത് റഗായിബ് നിസ്കാരം. മഗ്രിബിനും ഇശാഇനും ഇടയ്ക്ക് 12 റക്അത്ത്. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 3 പ്രാവശ്യം ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, പിന്നെ 12 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്. അങ്ങനെ 12 റക്അത്ത് നിസ്കരിക്കുന്നു. നഊദു ബില്ലാഹ്. ആരാ പഠിപ്പിച്ചത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, സ്വഹാബത്തിന് പരിചയമില്ല. ഹിജ്റ 447 നാബൽസിക്കാരനായ പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയാണ് ബൈത്തുൽ മഖദ്സിൽ ആദ്യമായി ഇത് ചെയ്തത്. മനോഹരമായ ഖുർആൻ പാരായണമാണ്. അയാളുടെ ഓത്ത് കേട്ട് നിസ്കാരം കണ്ട ഒരാൾ തുടർന്നു, പിന്നെ വേറെ കുറെ ആൾക്കാർ വന്നു, പിന്നെ കുറച്ച് ആൾക്കാർ വന്നു, അങ്ങനെ വർഷത്തിൽ അതിങ്ങനെ തുടർന്നു. ചില ആളുകൾ ശഅബാൻ 15 രാവിലാണ് ഈ നിസ്കാരം ഇതേ പേരിൽ നിസ്കരിക്കുന്നത്. അത് 100 റക്അത്താണ്. പ്രിയപ്പെട്ടവരെ, ഈ 2 നമസ്കാരം ഒരേ നിസ്കാരം, സ്വലാത്തുർ റഗായിബ്. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞത് ബിദ്അത്തുൻ മുൻകറത്തുൻ. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതുപോലെ തന്നെ ഇബ്നു റജബുൽ ഹംബലി, ഇമാം നവവി, ഇമാം തർത്തൂഷി, മഹത്തുക്കളെല്ലാം അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി ബിദ്അത്തുൻ മുൻകറത്തുൻ. അതുമായി വന്നിട്ടുള്ള ഏതെല്ലാം ഹദീസുകളുണ്ടോ, ശിദ്ദത്തുൽ ദുഅഫ, അങ്ങേയറ്റം ശക്തമായ ദുഅഫുള്ളതാണ് എന്ന് കൃത്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അതുമായി ബന്ധപ്പെടുത്തി ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളെ എതിർത്തുകൊണ്ട് ഒരു കിതാബ് തന്നെ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ് റജബുമായി ബന്ധപ്പെടുത്തി അത്ഭുതകരമായ ദഈഫായ റിപ്പോർട്ടുകൾക്ക് മറുപടി എന്ന രീതിയിൽ ഒരു വിശകലനം, ഒരു ഗ്രന്ഥമായി തന്നെ അദ്ദേഹം എഴുതി. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസവും ആചാരങ്ങളും കർമ്മങ്ങളുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശിർക്കുകളും ബിദ്അത്തുകളും ഖുറാഫാത്തുകളും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തിൽ നമ്മളോട് പറഞ്ഞു, ഫൽയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾക്കെതിരായി
ആരെങ്കിലും മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഫല്യഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അവൻ വമ്പിച്ച കുഴപ്പത്തിൽപ്പെടും, അവൻക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടാകും, നരകത്തിലേക്കാണ് അവന്റെ പോക്ക്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. ഹിദായത്ത് ഇന്നതാണ് എന്ന് വ്യക്തമായതിനു ശേഷം ആരാണോ മുഹമ്മദ് നബിക്ക് എതിരാകുന്നത്, മുഅ്മിനീങ്ങളുടെ റൂട്ടിനെതിരാകുന്നത്, അവനെ നാം തിരിഞ്ഞയിടത്തേക്ക് തിരിച്ചുവിടുക തന്നെ ചെയ്യും. പിന്നെ അവൻ നരകത്തിലേക്ക് പോകും. ഹിദായത്തിന്റെ മാർഗം പിന്നെ അവൻ കാണുകയില്ല. വല്ലാത്തൊരു അദാബായിരിക്കും. അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും ഇത്തരം സമ്മേളനങ്ങൾ, ഇതിൻ്റെതായ സംസാരങ്ങൾ കേട്ട് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ ഉപയോഗപ്പെടുത്തണേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.